ഓം ശ്രീരാമചന്ദ്രായ നമാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡത്തിലെ 52-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. സ്വയംപ്രഭ ആ വാനരയൂഥവന്മാരോടെല്ലാം ഇങ്ങനെ പറയുകയുണ്ടായി: വാനരന്മാരെ, കായ്കളികൾ തിന്ന് നിങ്ങളുടെ ക്ഷീണമൊക്കെ നീങ്ങിയെങ്കിൽ എനിക്ക് കേൾക്കാവുന്നതാണെങ്കിൽ ആ കഥ കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വാക്ക് കേട്ട് ശ്രുത്വാ ഹനുമാൻ മാരുതാത്മജനായിരിക്കുന്ന ഹനുമാൻ കളങ്കമില്ലാതെ ഉള്ളതുപോലെ പറയാനായിട്ട് ഒരുങ്ങി. സർവലോകത്തിന്റെയും രാജാവും മഹേന്ദ്ര ഭരണോഭൂമനും ദാശരഥിയും ശ്രീമാനുമായിരിക്കുന്ന രാമൻ സോദരനായിരിക്കുന്ന ലക്ഷ്മണനോടും ഭാര്യയായിരിക്കുന്ന വൈദേഹിയോടും ഒന്നിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് വന്നെത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയെ രാവണൻ ജനസ്ഥാനത്തിൽ നിന്ന് ചതിയാല കവർന്നെടുത്തു. ആ രാജാവിന്റെ സഖാവും വാനര മുഖ്യന്മാരുടെ രാജാവും പേരനുമായിരിക്കുന്ന സുഗ്രീവൻ എന്ന് പേരായിരിക്കുന്ന ആ വാനരനാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. വൈദേഹിയായ സീതയെയും കാമരൂപനും അരക്കനുമായിരിക്കുന്ന രാവണനെയും തേടുവിൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്കാദികളായിരിക്കുന്ന ഈ വാനര പ്രമുഖന്മാരോട് കൂടിയിട്ട് അഗസ്ത്യൻ വാഴുന്നതും കാലം കാക്കുന്നതുമായിരിക്കുന്ന ദക്ഷിണദിക്കിലേക്ക് അയച്ചിരിക്കുക. ഞങ്ങളെല്ലാവരും എല്ലാ കാടുകളിലും കടലുകളിലും തെക്കൻ ദിക്കിലും തിരഞ്ഞതിനു ശേഷം വിശപ്പാർന്നവരായിട്ട് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്നു. വിവർണവദനന്മാരും വിചാരമഗ്നരുമായിരിക്കുന്ന ഞങ്ങളെല്ലാം ചിന്താമഹാർണവത്തിൽ മുങ്ങി മറുകരയിൽ എത്താതെയായി. പിൽപ്പാട് നാലുപാടും നോക്കിയപ്പോൾ വൃക്ഷങ്ങളും വള്ളികളും കൊണ്ട് മൂടിയതും ഇരുളടഞ്ഞതുമായിരിക്കുന്ന ഈ വലിയ ബിലം ഞങ്ങൾ കണ്ടെത്തി. ഇതിൽ നിന്ന് ഹംസങ്ങളും തിരാർദ്രങ്ങളായിരിക്കുന്ന നനഞ്ഞ ചിറകുകളോട് കുരകങ്ങളും സാരസങ്ങളും പറന്നുപോയിക്കൊണ്ടിരുന്നു. കൊള്ളാം, ഇതിൽ കടക്കാമെന്ന് ഞാൻ വാനരന്മാരോട് പറഞ്ഞു. അവരെല്ലാം അത് ശരിവെക്കുകയും ചെയ്തു. കാര്യസാത്വത്തിന് വെമ്പുന്ന ഞങ്ങളെല്ലാവരും ഇതിനുള്ളിൽ കടന്നു. തതോ കാഠിന്യപതിതാഗൃഹ്യൈ ഹസ്തൈ പരസ്പരം അന്യോന്യം കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഇതിൽ ഇറങ്ങി. ഇതം പ്രവിഷ്ടാ സഹസാ ബിലം ദിവരസമൃതം. ഇരുൾമൂടിയ ബിലത്തിനുള്ളിൽ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ കാര്യം. ഈ കാര്യത്തിനാണ് ഞങ്ങൾ പോകുന്നത്. വിശപ്പ് കൊണ്ട് വലഞ്ഞ ഞങ്ങളേവരും നിന്റെ അടുത്ത് വന്നെത്തി. ആദിത്യധർമ്മദത്താന് മൂലാനീച്ച ഫലാനിച്ച. ആദിത്യധർമ്മത്താൽ ഭവതി തന്ന ഫലമൂലങ്ങളെ വിശന്നു വലഞ്ഞിരുന്ന് ഞങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. വിശന്ന് ചാകാറായിരുന്ന ഞങ്ങളെ എല്ലാം ഭവതി രക്ഷിച്ചു. ഗോഹി പ്രത്യുപകാരാർത്ഥം കിംതേ കുർവന്തു വാനര ഏവമുക്താസു സർവജ്ഞ വാനരസ്ഥേ സ്വയം പ്രഭ. വാനരന്മാർ നിനക്ക് പ്രത്യുപകാരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാലും എന്നിങ്ങനെ ആ കവികൾ പറഞ്ഞപ്പോൾ സർവജ്ഞയായിരിക്കുന്ന സ്വയംപ്രഭ ആ കവീശ്വരന്മാരോട് പറയുകയാണ്: ശക്തരായിരിക്കുന്ന വാനരന്മാരിലെല്ലാം ഞാൻ സന്തുഷ്ടിയായിരിക്കുന്നു. ധർമ്മം ചെയ്ത് ഇവിടെ വാഴുന്ന എനിക്ക് ആരുമൊന്നും ചെയ്യേണ്ടതില്ല. തുടർന്ന് ഹനുമാൻ പറയുകയാണ്: ഞങ്ങളെല്ലാം ധർമ്മചാരിണിയായിരിക്കുന്ന ഭവതിയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. യകൃത സമയോസ്മാ സുഗ്രീവേണ മഹാത്മന. സുഗ്രീവൻ എത്ര സമയം ഞങ്ങൾക്ക് നൽകിയിരുന്നുവോ ആ കാലാവധി ബിലത്തിൽ ചുറ്റിത്തിരിഞ്ഞ് കഴിഞ്ഞുപോയി. സുഗ്രീവ ഇത് തെറ്റിച്ച ആയുസറ്റ് ഞങ്ങളെ അതിനാൽ ഈ ബിലത്തിൽ നിന്ന് അവിടുന്ന് കരകയറ്റണം. സുഗ്രീവ വയസംഗിതന്മാരായ ഞങ്ങളെ എല്ലാം നീ രക്ഷിക്കണം. ധർമ്മചാരിണി, ഞങ്ങൾക്ക് മഹത്തായ കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ വസിച്ചതിനാൽ ആ കാര്യം ഞങ്ങൾ ചെയ്തതുമില്ല. ഹനുമാൻ ഈ വിധം പറഞ്ഞപ്പോൾ ആ താപസി പറയുകയാണ്: ഇതിൽ പ്രവേശിച്ചാൽ ജീവനോടെ മടങ്ങാനായിട്ട് എളുപ്പമല്ല. എന്നാൽ ഞാൻ നേടിയ തപശക്തിയും പ്രധാനുഷ്ഠാനവും കൊണ്ട് ഈ ബിലത്തിൽ നിന്ന് ഈശന്മാരെ എല്ലാം കരകയറ്റാം. എല്ലാവരും കണ്ണുകളടയ്ക്കൂ. കണ്ണടയ്ക്കാതെ നിന്നാൽ പുറത്തു പോകാൻ കഴിയുകയില്ല. അനന്തരം അവരെല്ലാം കണ്ണുകളൊക്കെ അടച്ചു. പുറത്തു കിടക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആമോദത്തോടെ സുകുമാരാങ്കുലുകളുള്ള കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തി. വാനരാസ്തു മഹാത്മാനോ ഹസ്തരുത്തമുഖാസ്തദാ നിമേഷാന്തരമാത്രേണ പിലാതുത്താരിതാസ്തയാ. കൈപ്പടത്താൽ മുഖം പൊത്തി നിന്ന വമ്പന്മാരായ ആ വാനരന്മാരെ ഞൊടിയിടയ്ക്കുള്ളില് ആ ബിലത്തിൽ നിന്ന് അവള് കരയ്ക്ക് കയറ്റി. വാച സർവാം താസ്തത്ര താപസേ ധർമ്മചാരിണി. ആ ദുർഗം വിട്ട് വെളിയിൽ പോന്ന അവരെയൊക്കെ ആശ്രയിപ്പിച്ചുകൊണ്ട് ധർമ്മചാരിണിയായിരിക്കുന്ന താപസി പറഞ്ഞു: ഇതാ നാനാതരം മരങ്ങളും വള്ളികളുള്ള ശ്രീമത്തായിരിക്കുന്ന വിന്ധ്യപർവ്വതം, ഇതാ പ്രസ്രവണ പർവ്വതം, ഇതാ വൻകടലായിരിക്കുന്ന സാഗരം. നിങ്ങൾക്ക് സ്വസ്തിവോസ്തഗമിഷ്യാമി ഭവനം മാടർഷഭ ഇത്യുക്താതൽ ബിലം ശ്രീമാൻ പ്രവേശ സ്വയംപ്രഭ. നിങ്ങൾക്ക് സ്വസ്തി കവീന്ദ്രന്മാരെ,
ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്നു ഇങ്ങനെ പറഞ്ഞ സ്വയംപ്രഭ സ്വയമത്തായിരിക്കുന്ന ആ ബിലത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇങ്ങനെ ആ സ്വയംപ്രഭ ബിലത്തിൽ നിന്ന് കവീന്ദ്രന്മാരെ രക്ഷിക്കുന്നതാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാതാരവിന്ദാർപ്പണമസ്തു.